ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി നമ്മളുടെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ആവി കയറ്റുന്ന ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഓട്ടയ്ക്കുള്ള ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നൂഡിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈപ്പീൻ്റെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നാവട്ടെ. അപ്പോൾ ഇതിലേക്കും നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ ഉള്ളിൻ്റെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് അതേപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും റെഡ് ക്യാപ്സിക്കും ഗ്രീൻ ക്യാപ്സിക്കും കൂടെ അതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കനം കുറച്ചായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി, ഇത് വല്ലാണ്ട് വെന്ത് പോകുന്നു വേണ്ട, ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, ഈപ്പി നൂഡിൽസിൻ്റെ കൂടെ ആണെങ്കിലും മാഗിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കിട്ടുന്ന ആ ഒരു മസാലയല്ലേ, ആ ഒരു മസാലയും കൂടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള. വേറെ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പും പിന്നെ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു മസാല മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിരുന്നേ, ഉപ്പിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതായത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ നൂഡിൽസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ നൂഡിൽസ് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലായിരുന്നല്ലോ, അത് കുറേ നേരം വെച്ച് നോക്കി, അതാവുന്നില്ലടോ. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ അവരങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അവർ മാഗിയാന്ന് തോന്നുന്നു കേട്ടോ എടുത്തത്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ എടുത്തത് ഈപ്പി നൂഡിൽസാണ്. ഇനിയിപ്പോൾ അതാണോ എന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ആവാത്തതിനെ കൊണ്ട് ഞാൻ ആ വെള്ളത്തിലിട്ടിട്ട് ആ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു മസാലയും നൂഡിൽസും എല്ലാം ഒന്ന് നൂഡിൽസിൽ എല്ലായിടത്തും ആവുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് അത് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ മുകളിലായിട്ട് ടോപ്പിങ്സിലിടാൻ വേണ്ടിയിട്ടൊരു മസാല തരുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നമ്മൾ വെറുതെ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും ഭയങ്കര ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.